ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മോണ്ടൻ്റെ സ്കൂളിലേക്ക് മേടിച്ച ബാഗ്, കിറ്റ്, അങ്ങനത്തെ ഒക്കെ ചെറിയ അൺബോക്സിങ് അല്ല, നിങ്ങൾക്കും കൂടി കാണിച്ചിടാന്ന് കരുതി. പോയി വന്ന പടം എടുക്കുന്ന വീഡിയോ കേട്ടോ. ആ ഒരു ക്ഷീണം മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നമുക്ക് നോക്കി പിന്നീട് ഒരിക്കലും വീഡിയോ എടുക്കാൻ ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നു ഞാൻ ടയേർഡായി, പിന്നെ അത് നീണ്ടുപോകും. അപ്പോൾ നമ്മൾ ഇത്രയും കുറച്ച് കാര്യങ്ങളെ വാങ്ങിയിട്ടുള്ളൂ, അല്ലാതെ കുറേ ഒന്നും വാങ്ങിയില്ല. അപ്പോൾ പർച്ചേസിങ്ങിന് പോയതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടു നോക്കുക. ഇപ്പം നമുക്ക് മോണ്ടർ എന്തൊക്കെയാണ് മേടിച്ച് നോക്കുക. പിന്നെ എനിക്ക് ശരി 2 ഐറ്റംസ് വാങ്ങി, കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പം പെട്ടെന്ന് നോക്കി വെക്കാം അല്ലേ. ആദ്യം നമുക്ക് മോണ്ടറിന്റെ ബാഗ് നോക്കാം. അപ്പം അവന് കാറിന്റെ പിക്ചറുള്ള ബാഗ് തന്നെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അതന്നെയാട്ടോ നമ്മൾ എടുത്തുള്ളത്. അപ്പം ഇത് സ്കൂബിഡേൻ്റെ ആണ്. ഫ്രണ്ടിലൊരു ഇതുണ്ട്, പിന്നെ 2 കള്ളി വേറെയും ഉണ്ട് കേട്ടോ. ഇവിടെയുണ്ട് ഒരു ഓപ്പണിങ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 825 റുപ്പീസാണ്. സ്കൂബിയുടെ ആയതുകൊണ്ട് ആയിരിക്കും, ക്വാളിറ്റി ഉണ്ട്. സിബൊക്കെ കൊള്ളാം. ഇതാണ് സിബ് വരുന്നത്, കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. ഇതാ ഇവിടെ നെറ്റ് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് എന്താ ഈ ഒരു കളിക്കുന്ന സംഭവം കിട്ടി. ഇതിന് കണ്ടോ, അങ്ങനെ ഒരു ബോൾ വരുന്നുണ്ട്. ആ ബോൾ ഇപ്പോൾ അതിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് വീണുപോയി. അപ്പോൾ അതാ ഈ ബോൾ വരുന്നുണ്ട്, അത് പ്രസ് ചെയ്ത് ഇങ്ങനെ മുകളിലേക്ക് പോകും. പിന്നെ നമുക്ക് ആ ബാഗിൻ്റെ കൂടെ കിട്ടിയത് ഇങ്ങനെ ഒരു കളറിങ് ബുക്ക് ഫ്രീ കിട്ടി. ഇതങ്ങനെ കളർ ചെയ്യാൻ പറ്റിയ. അപ്പോൾ ഇത് രണ്ടും ഈ ബാഗ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളത്. പിന്നെ ഇതാ ഈ ഒരു കുഞ്ഞി കിറ്റാണ്. അതും അവൻ സെയിം കാറിൻ്റെ പിക്കുള്ളത് നോക്കിയെടുത്തതാണ്. ഇത് മറ്റേ ബാഗ് നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് വാങ്ങിയത്. നമ്മൾ ലുലു മാളിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ. ഈ ഒരു കിറ്റ് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. പിന്നെ അതാ ഇവിടെയും ഈ ഫ്രണ്ടിലും കുഞ്ഞൊരു ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ, അതവിടെയായിട്ട്. അപ്പം ഇത് വന്നിട്ട് 795 റുപ്പീസാണ്. കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനം കേട്ടോ. കൈ ഇങ്ങനെ 2 കളേഴ്സായിട്ടാണ് വരുന്നത്. ഓക്കെയാണ്. ഇനി ഈ കിറ്റിൽ നമുക്ക് ഈ ഒരു ഇങ്ങനെ ഒരു കുഞ്ഞി ഒരു ഇതങ്ങനെ സ്നാക്സോ എന്തെങ്കിലും വെക്കാനുള്ള ചെറിയ കുഞ്ഞി പാത്രം കേട്ടോ, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഫ്രീ കിട്ടിയതാണ്. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയട്ടോ. ഇതെന്താ, മീൻസ് സ്നാക്സ് ഒന്നും വെക്കാനുള്ളതായിരിക്കുമോ, ബനാന എന്താ വെക്കാനാണോ, അറിഞ്ഞൂടാ. എന്താണെന്നൊന്ന് പറഞ്ഞു തരണേ അറിയുന്നവർ. ഇങ്ങനെ യമ്മീന്ന് എഴുതിയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എന്താ ഫുഡ് ഐറ്റം വെക്കാനുള്ളതായിരിക്കും എന്ന് കരുതുന്നത്. അപ്പോൾ അതും കിട്ടിയിട്ടോ അതിൻ്റെ കൂടെ ഫ്രീ. പിന്നെ വന്നിട്ട് അവനൊരു ബോട്ടിലാണ് എടുത്തത്. ഓൾറെഡി അവന് ലഞ്ച് ബോക്സ് ഉണ്ട് ആദ്യത്തെ തന്നെ. നല്ല ലഞ്ച് ബോക്സ് ഒന്നും ആയിട്ടില്ല, അപ്പോൾ വെറുതെ വീണ്ടും വാങ്ങിയിട്ടില്ല. അപ്പം പിന്നെ ഒരു ബോട്ടിൽ വാങ്ങി. അത് വന്നിട്ട് ഇത് അവിടെ ഇങ്ങനെ ഇത് പ്രസ് ചെയ്താൽ അങ്ങനെ ഓപ്പൺ ആവുന്ന രീതിയിൽ അങ്ങനത്തെയാണ് വാങ്ങിയത്. ഉള്ളിൽ സ്റ്റീലാണ് വരുന്നത്. അങ്ങനെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതിന് വന്നിട്ട് 390 റുപ്പീസാട്ടോ ഇതിന് വന്നിട്ട്. ഇതും സെയിം കാറിൻ്റെ പിക്കുള്ള തന്നെയാണ്. എല്ലാം കാറിൻ്റെ പിക്കുള്ള തന്നെയാണ് കേട്ടോ. അപ്പം അതാണ് മോണ്ടർ അത്രയൊക്കെ വാങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഇത് എനിക്കൊരു ലഞ്ച് ബോക്സ് എടുത്ത കേട്ടോ. എന്താ ഇങ്ങനെ കുറേ കാലമായി ലഞ്ച് ബോക്സ് മാറ്റണമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ മേടിച്ചാണ്. ഇതിന് വന്നിട്ട് 450 റുപ്പീസാണ്. പിന്നെ നമ്മൾ ഇതാ ഇങ്ങനൊരു മീൻസ് നമുക്ക് ലഞ്ച് ഐറ്റംസോ സ്നാക്സോ എന്ത് വേണമെങ്കിൽ കൊണ്ടുപോവാം. മീൻസ് ലഞ്ചിന് നമ്മൾ കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണ്. ഇത് വന്നിട്ട് ഇതങ്ങനെയാണ് ഇതിൻ്റെ ഓപ്പണിങ്. ഇതാ ഇതിൽ വേണമെങ്കിൽ കറി എന്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം. ഇനിയിപ്പോൾ അത് മാറ്റി നമുക്ക് സ്നാക്സ് ആണ്, ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും സാധനമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെയും കൊണ്ടുപോവാം. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഉപകാരമുള്ള കാര്യമായിരുന്നു. ട്രാവൽ ചെയ്യുന്ന സമയത്തോ ഓഫീസിലേക്കാണെങ്കിലോ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു ഇതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലും ഇതാ ഇങ്ങനൊരു സ്പൂണൊക്കെ വെക്കാനുള്ളൊരു അങ്ങനെ സ്പൂൺ ഓൾറെഡി ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതങ്ങനൊരു സംഭവം സ്പൂണൊക്കെ വെക്കാനുള്ളതാണ് കേട്ടോ അത് മുകളിൽ. പിന്നെ അത് കഴിഞ്ഞ് ഇതാ ഇങ്ങനെയുണ്ട് വേറൊരു ഇതാ നമുക്ക് ഉപ്പേരിയോ അല്ലെങ്കിൽ വേറെ ഇപ്പോൾ സ്നാക്സ് തന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ ഉള്ളിൽ അടിയിൽ എന്തെങ്കിലും വാട്ടറി ഐറ്റംസ്, അതായത് നമുക്ക് മുത്താരി കാച്ചി കൊണ്ടുപോകാം, അങ്ങനെ എന്തെങ്കിലും കുടിക്കണം എന്നൊക്കെ ഇതിൽ വെച്ചിട്ട് ഇതിൽ നമുക്ക് വേറെ സ്നാക്സ് എന്തെങ്കിലും വെക്കാനും പറ്റും. ഇപ്പം അതെല്ലാം ലഞ്ചിന് എന്തെങ്കിലും കൊണ്ടുപോകണം, ഇതിൽ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകാം. കണ്ടപ്പോൾ കുറച്ച് ഉപകാരമുള്ള ഒരു ഐറ്റം ആയിട്ട് തോന്നി. അപ്പോൾ അത് മേടിച്ചു. ഇതിന് 590 റുപ്പീസ് ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അതുപോലെ തന്നെ ഈ ബോട്ടിൽ നമുക്ക്
ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഇത് മാത്രം കൊണ്ടുപോകണേ, ഇത് മാത്രം കൊണ്ടുപോവാം, ഇത് മാത്രമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോവാം. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉണ്ട്. ഇങ്ങനെ ആയിട്ട് ബുദ്ധിമുട്ടാണെന്ന് കാണുമ്പോൾ പെട്ടെന്ന് തോന്നും, പക്ഷെ ഇത് ഇങ്ങനെ ഊരിയെടുക്കാം. കണ്ടോ, തിരിച്ച് ഇതേപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കാനും പറ്റും. അപ്പം എനിക്കതൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഓക്കെയാണ്, കൊണ്ടുപോകാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. ഇങ്ങനെ മാത്രമായിട്ട് കൊണ്ടുപോകല്ലോ, ഇനി ബാഗിൽ ഇത് മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ എന്നുള്ള ഇതുമായി. കണ്ടില്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. അപ്പം അത്രയേ ഉള്ളൂ, നമ്മുടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. സിമ്പിളായിരുന്നു. അപ്പം നിങ്ങൾ ഇതേപോലെ പർച്ചേസിങ് ചെയ്ത് തുടങ്ങിയെന്ന് കരുതുന്നു. ഇപ്പം മീൻസ് സ്കൂൾ തുറക്കാനായല്ലോ, കുറച്ച് ഡേയ്സും കൂടിയല്ലേ ഉള്ളൂ ഇനി. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം വേറെ വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ഫ്രം നീതു അനക്.